നാടാ സാറേ, സാർ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങള് അനാഥരായി പോവും. അങ്ങനെ പറയലടാ പൊന്നു മോനെ. നിങ്ങളെ അങ്ങനെ അനാഥരാക്കിയിട്ട് ഞാൻ പോവോ? എനിക്ക് പകരം ഈ വണ്ടി കയറുന്നത് എന്റെ സ്വന്തം പാർട്ടിയാ, ചൊക്കലിംഗം. ഞാൻ വിചാരിച്ചു മഹാലിംഗമായിരിക്കും. ഒരുമാതിരി തൊട്ടിയാവാതെ. ആളെങ്ങനെ മദ്യപാനിയാണോ? ഏയ്, എല്ലാവരും സ്മോൾ അടിക്കുമ്പോ അയാൾ രസവും സാമ്പാറും കഴിക്കും. പട്ടരാ പട്ടരാ പട്ടരല്ല, പട്ട പട്ട. നാടാരേ, ചൊക്കി ചൊക്കി, നമ്മുടെ ചൊക്കി വാങ്ങ വാ. അയ്യോ, എന്നെ സൗഖ്യമാ? പറവായില്ലടാ. പിടിച്ചോ, ഇത് നമ്മുടെ പിള്ളേരാ, വേണ്ടതുപോലെ ഗവനിക്കാം. ഹലോ ഹലോ. നല്ല പിള്ളേരാ, പാത്താലേ ശരി. അഴകാന നീലി വരും പരുപോലെ കണ്ണാടി പോലെ ഓടിക്കൂട. നീ കോട്ട ബ്ലാക്കിൽ വിറ്റാച്ചാ? അവളെ വിടെ. ஹாய் மம்மக்குட்டி. ஐ எம் சொக்கலிங்கம். சார்ட்ல உங்க பேர் பார்த்தேன். நான் உங்களை பார்த்திருக்கு படத்துல, நேரடியில பாக்குறது இப்பதான். அருமையான நடிப்பு, அருமையான கிடப்பு. என் ஒய்ஃப் சிவகாமி, என் டாக்டர், ஒரே ஒரு டாக்டர் கற்பகன், ரெண்டு பேருமே உங்க ஃபேன் தான். கைது நம்பர் 786, அதுதான் எங்க முதல் தமிழ் படம். நீங்க மட்ராஸுக்கு வாங்க சார், உங்களுக்கு நல்ல வசதி கிடைக்கும். வாங்க சார், நான் பாத்துக்கிறேன். இப்போ உங்க டிக்கெட் பாக்கட்டும். Sorry for the disturbance. Wonderful actor. Love the door, sir. ഹലോ. നോ പ്രോബ്ലം. ഞാൻ വെറുതെ വന്നതേ ഉള്ളൂ. ഫുഡ് കഴിച്ചാ? അമ്മായിയപ്പനും മരുമാനും കൂടെ കിടക്കാൻ പോയിരിക്കും. ഞാൻ ആയിരം ക്ലോസ്, ഞാൻ അടച്ചോളാം. ഞാൻ അടച്ചോളാം. എന്റെ ഷർട്ട് എന്നിടെ കുടുങ്ങിപ്പോയി. ഓടിക്ക, ഒരു 5 മിനിറ്റ് സ്പെയർ ചെയ്യാൻ പറ്റുമോ? എന്താ കാര്യം? കാര്യമുണ്ട്. അതെ, ഞാൻ നേരത്തെ വന്നപ്പോ കുറച്ച് ജാടെ സംസാരിച്ചു എന്നേ ഉള്ളു കേട്ടോ. അതൊക്കെ വെറും അഭിനയ, ഒരു ഷോ. നീങ്ങോടാ. സത്യം പറഞ്ഞ സിനിമയിൽ തലയാണിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ഇവൻ നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. സ്കൂളിലും കോളേജിലും ഒക്കെ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. കാണട്ടെ. നീ ഇത് കുണുങ്ങാതെ കാണിക്കും. നീ പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്. നമുക്ക് ഇവ ഉമ്മറിന്റെയും ശങ്കരാടിയുടെയും ജനാർദ്ദന്റെ ഒക്കെ നല്ല ഗംഭീരമായിട്ട് കാണിക്കും. ആദ്യം ആരെ കാണിക്കണം? ആദ്യം ശങ്കരാടി. ഞാൻ കാണിക്കാം, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ശരി. അതായത് ഷുഗർ മൈക്ക് വേണം, പിന്നെ മദ്യപിച്ചുകൊണ്ട് കാണിക്കാൻ ഒരു കുഴപ്പമില്ല. കാണട്ടെ. ആദ്യം ശങ്കരാടി സാറിനെ കാണിക്കാം, നോക്കണം. അപ്പോ ചെറുപ്പത്തിലെ നാട് വിട്ടവനാണ് ഞാൻ. പല രാജ്യങ്ങളും ചുറ്റിക്കറങ്ങി പല ഭാഷകളും പഠിച്ച് അവസാനം ഇവിടെ വന്നെത്തി. നിന്റെ അമ്മയുടെ പിണ്ണാം. ശോഭേ, നീ എന്നോട് സഹകരിച്ചാൽ ഞാൻ നിനക്ക് സാരി വാങ്ങിച്ചു തരും, ബ്ലൗസ് വാങ്ങിച്ചു തരും, നെക്ലേസ് വാങ്ങിച്ചു തരും, ആനയെ വാങ്ങിച്ചു തരും, ചേനയെ. നമ്പറുകളൊക്കെ ഉണ്ടല്ലോ കയ്യിലേ.
മമ്മൂട്ടിക്ക ഇവന്റെ ഹൈലൈറ്റ് ഇതൊന്നുമല്ല ഇവൻ മമ്മൂട്ടിക്ക് അസലായിട്ട് ഞാൻ കാണിക്കൂല, എനിക്ക് ചമ്മല. കാണിക്ക്, ഒരു പിന്നെ ഒരിക്കൽ കാണിക്കാം. മമ്മൂട്ടിക്ക, ഞങ്ങളിപ്പോ വന്നതേ ഞങ്ങൾക്ക് മമ്മൂട്ടിക്കടെ കൂടെ ഇരുന്നൊരു ഫോട്ടോ എടുക്കണം. എന്തെടുത്തോ? ക്യാമറ ഉണ്ടോ? ക്യാമറ എവിടെ? ക്യാമറ തോണ്ടിരിക്കുന്നു. അതെടുക്കാം, അതിലെടുക്കാം. അത് ശരി. വേണ്ട. നമ്മളെ തന്നെ ഓസണം അല്ലേ? മമ്മൂട്ടിക്ക സ്നേഹം വന്നിട്ട്. റെഡി ഏയ്, എടാ, തോളത് കഴിട്ടോ. ആ ആ ആ അതെ ആ, താങ്ക്സ് താങ്ക്സ്. ഇനി നീ ഇരിക്കേ തോളത് കഴിട്ടോ. എടുക്ക. ഇങ്ങോട്ട് നോക്ക്. ആ നീ ഇരിക്കേ, ഞാൻ എടുക്കാം. ആ റെഡി റെഡി. ആ താങ്ക് യു. ഞങ്ങള് കോപ്പീസ് അവിടെ നിന്ന് വാങ്ങിച്ചോളാം കേട്ടോ. ഉണ്ടോ ആ പോലെ നിനക്ക് ഇനി ഞാൻ നിങ്ങളുടെ ഓർമ്മ എടുക്കാം. വയർ സ്പെസിമൻ ആണല്ലോ. അയ്യോ നമ്മുടെ 3 പേരും ഉണ്ടാ? ആ ഉണ്ട്. നീ ചിരിച്ച് സീരിയസ് ചിരിച്ചെങ്കിൽ അനങ്ങല്ലേ? റെഡി? ആരത്? ഒന്നുകൂടെ. താങ്ക് യു. നന്നായിരിക്കും. എക്സ്ക്യൂസ് മീ, മിസ്റ്റർ സുരേഷിന്റെ ബർത്ത് താഴെയാണല്ലേ? അതെ. വിരോധമില്ലെങ്കിൽ നമുക്ക് ആണുങ്ങൾക്ക് മുകളിൽ കിടക്കാം, സ്ത്രീകളല്ലേ താഴെ കിടക്കട്ടെ. ഓ ഓഫ് കോഴ്സ്. മോൾക്ക് ഉറക്കം വരുന്നെങ്കിൽ കിടന്നോളൂ. ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറ്റിയിട്ട് വരാം. ആ പെണ്ണിനെ അവിടെ ഒറ്റയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോ വരാം. ചെറിയൊരു നമ്പർ. വേണ്ട ടോണി. ദേവിമോൾ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? അതും മാനേഴ്സ് അല്ല. ഒരു ജെന്റിൽമാൻ മാന്യമായിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയണം. മാറി നിൽക്കും, ഞാൻ പോട്ടെ. എന്താ ഇത്ര ധൃതി? നമുക്ക് രണ്ട് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിട്ട് വാ. ചുമ്മാ ചിറ്റാറ്റ്, ഒരു രസം. മാറി നിൽക്കും, ഞാൻ പോട്ടെ. പറയുമ്പോ വേറൊന്നും തോന്നരുത്. യുവാറെ എന്ത് പറയുന്നേ? എന്ത് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? പ്രത്യേകിച്ച് സോപ്പ് എല്ലാം തേക്കുന്നുണ്ടോ? നല്ല മണം. സോപ്പിന്റെ ആരും പറയുമ്പോ അമ്മ വിളിക്കുന്നതിനാ? എന്താ മോളെ? എന്താ മോളെ? എന്താ കാര്യം? ഇയാൾ എന്നെ ഞാനൊന്നും ചെയ്തില്ല. ചുമ്മാ കള്ളം പറയല്ലേ. ഏത് സോപ്പ് വെച്ചാ വിളിക്കുന്ന ചോദിച്ചതേ ഉള്ളൂ. ചുമ്മാ കള്ളം പറയാതെ. നിന്നെ ഞാൻ കോട്ടയം മുതൽക്ക് നോട്ട് ഔട്ട് എന്റെ സാറേ, ഞാനൊന്നും ചെയ്തില്ല. സാറിനെ തെറ്റിദ്ധരിച്ചു. ഒന്നും പറയണ്ട. നിന്നെ ഞാൻ റെയിൽവേ പോലീസിൽ ഏൽപ്പിച്ചിട്ടേ ഇന്ന് കാര്യമുള്ളൂ. എന്നെ തരംഗലാട്ടാ ചെയിൻ വലിക്കടോ. ഇതൊക്കെ ചെയിൻ ഫുൾ പണ്ണോ? റെയിൽവേ പോലീസിനെ വിളിച്ച് അലവലാതെ ഇപ്പൊ ഈ കമ്പാർട്ട്മെന്റിൽ നിന്ന് ഇറക്കണം. പിന്നെ അങ്ങനെ ഇറക്കി വിടാൻ റെയിൽവേ തന്നെ തന്താണ വകയല്ലേ? എന്താടാ പറഞ്ഞേ? എന്താ കാര്യം പറഞ്ഞു? 100 പ്രാവശ്യം പറഞ്ഞില്ലേ ഞാൻ ഒന്നും ചെയ്തില്ലെന്ന്? സത്യം പറഞ്ഞ വിശ്വസിക്കൂലെന്ന് വെച്ചാ പിന്നെ എനിക്ക് അങ്ങനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയും പിടിക്കും, ഇവിടെ തള്ളയും പിടിക്കും. പിടിച്ചില്ലെന്ന് മിസ്റ്റർ നായർ, എന്താ ടോണി ഇത്? ബാക്കിയുള്ളവരെ സ്വൈരമായിട്ട് യാത്ര ചെയ്യാൻ സമ്മതിക്കല്ലേ? അല്ല പോവുക. ഞാൻ ആ കൊച്ചിനോട് ഏത് സോപ്പ് വെച്ചാ കുളിക്കുന്ന ചോദിച്ചു. നല്ല മണമായതുകൊണ്ട് അതിന് ഞാൻ എന്നോട് ഉറക്കാൻ വരുന്നു. ഓ പിന്നെ പെമ്പിള്ളാർ ഉപയോഗിക്കുന്ന സോപ്പ് ഏതാന്ന് അറിഞ്ഞാലേ ഇവന് ഉറക്കം വരത്തുള്ളൂ. ഓട്ടെ, ഇതൊക്കെ ഒരു ഇഷ്യൂ ആക്കാവോ? ഒരു തമാശക്ക് പിള്ളേരെന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയാൽ എങ്ങനെ? ഈ പ്രായം കഴിഞ്ഞല്ലേ മിസ്റ്റർ നായരും വന്നത്. ക്ഷമിച്ചുകളാ. ടോണി പോയി കിടന്നുറങ്ങ. ഏതായാലും മിസ്റ്റർ മമ്മൂട്ടി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇവനെ ഞാൻ വെറുതെ വിടുന്നു. ഓ ഇല്ലെങ്കിൽ ഇയാളെന്നെ ടോണി പോയി കിടന്നുറങ്ങ. മമ്മൂട്ടിക്ക് പറഞ്ഞുകൊണ്ട് ഇയാളെ ഞാൻ വെറുതെ വിടുന്നു. മദ്രാസിൽ എത്തുന്നവരെ ഗുണത്തിലായാലും ദോഷത്തിലായാലും ഇങ്ങോട്ട് വരരുത്. ഞങ്ങൾക്ക് ഉറങ്ങണം കേട്ടോ. മിസ്റ്റർ നായരും പോയി കിടന്നുറങ്ങ. അല്ല ഒരു ഷോപ്പിന്റെ ഐ വാണ്ട് ടു സ്ലീപ്.